السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങളെ മറ്റു ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കി, ചില മാസങ്ങളെ മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കി. ഏതൊരു കാര്യത്തിലും അല്ലാഹു ചില ദറജകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാത്തിലും ഉണ്ട്. ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട്. മാസങ്ങളിൽ പവിത്രമായ 4 മാസങ്ങളുണ്ട്. അതുകൂടാതെ റമദാനിന് പ്രത്യേകതയുണ്ട്. സമയങ്ങളിൽ തഹജ്ജുദിന്റെ സമയത്തിന് പ്രത്യേകതയുണ്ട്. ഖിയാമുൽ ലൈൽ രാത്രി സമയത്തിന് പ്രത്യേകതയുണ്ട്. അല്ലെ, ആകാശത്തിന് അല്ലാഹു ഇറങ്ങി വരുന്ന സമയമാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതിനെ മറ്റ് ചിലതിനേക്കാൾ ശ്രേഷ്ഠമാക്കി. പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസങ്ങളുണ്ട്, അല്ലെ. തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. അല്ലാഹു പറഞ്ഞു, പ്രവാചകന്മാർക്കിടയിലും മുർസലീങ്ങൾക്കിടയിലും നാം ചിലരേക്കാൾ ശ്രേഷ്ഠമാക്കി. ഉലുൽ അസ്മ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രത്യേകക്കാരാണ്. അമ്പിയാക്കളെക്കാൾ പ്രധാനികളാണ് മുർസലീങ്ങൾ. എല്ലാവരും റസൂലല്ല. അപ്പൊ നബിമാരിൽ നിന്നും റസൂലുമാർ വേർതിരിയുന്നു, അല്ലെ. എല്ലാ പ്രവാചകന്മാരെ അപേക്ഷിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്. എല്ലാവരും തുല്യരല്ല, അവരിൽ ഫള് വ്യത്യാസമുണ്ട്, അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. അഷ്റഫുൽ ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടങ്ങൾക്ക്, അല്ലെ, ഏറ്റവും നല്ല കാലഘട്ടം അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച കാലഘട്ടമാണ്, അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി. ഏറ്റവും നല്ല കാലഘട്ടം അത് ഞാൻ ജീവിക്കുന്ന കാലഘട്ടമാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. പിന്നെ എൻ്റെ തൊട്ട് ശേഷക്കാരായ ആളുകളുടെ കാലഘട്ടം, പിന്നെ അതിനുശേഷമുള്ള കാലഘട്ടം താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ. ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ജീവിച്ച കാലഘട്ടം, ഏറ്റവും ഖൈറായ കാലഘട്ടം. രണ്ടാമത്തെ സഹാബാക്കളെ കണ്ടവർ ജീവിച്ച കാലഘട്ടം. മൂന്നാമത്തെ സഹാബാക്കളെ കണ്ടവർ ജീവിച്ച കാലഘട്ടം. ഈ 3 കാലഘട്ടത്തിന് മറ്റു കാലഘട്ടത്തെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠത നൽകി.
ഓരോന്നിനും അള്ളാഹു ശ്രേഷ്ഠത നൽകാൻ ചില കാരണങ്ങളും, ചിലതിന് നിരുപാധികമാണ്, ചിലതിന് ചില കാരണത്തിന്റെ അടിസ്ഥാനത്താൽ, അല്ലെ, ചില കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകി. ആ രൂപത്തിൽ അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ഒരു മാസമാണ് മുഹറം മാസം. ഷഹ്റുല്ലാഹിൽ മുഹറം, ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ മാസത്തെ പറഞ്ഞത്. അപ്പൊ ഏതൊരു വസ്തുവിനും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതിന് ശ്രേഷ്ഠത കൂടുതലാണ്. ഇപ്പൊ കഅബയെ കുറിച്ച് പറയാറ് ബൈത്തുള്ള, അല്ലെ, മസ്ജിദുകളെ കുറിച്ച് പറയാറ്, അല്ലെ, മസാജിദുള്ള, അള്ളാഹുവിന്റെ പള്ളികൾ, അല്ലെ. ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളത് മസാജിദ്, അള്ളാഹുവിന്റെ പള്ളികളെയാണ്. കഅബക്ക് ബൈത്തുള്ള, അള്ളാഹുവിന്റെ ഭവനം. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടതിന് ഫضل കൂടുതലാണ്. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം നാഖത്തുല്ലാഹി, അല്ലെ അങ്ങനെ ഖുർആൻ പറഞ്ഞത്, നാഖത്തുല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകം, അല്ലെ. എല്ലാ ഒട്ടകത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം നാഖത്തുല്ലാഹി വസുഖിയാഹ. അപ്പൊ ഏതൊരു കാര്യവും അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞതിന് അതിൻ്റെതായ ഫضل ഉണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ, അല്ലെ, ശ്രേഷ്ഠമാവുകയാണ്. ഒരു വാക്ക് കൊണ്ട്, ഒരു ചേർക്കൽ കൊണ്ട്, ഒരു ഇളാഫത്ത് കൊണ്ട് ശ്രേഷ്ഠമാവുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം. അതുപോലെയാണ് മുഹറം മാസത്തെ കുറിച്ച് പറഞ്ഞത്, ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം. അപ്പൊ ആ മാസത്തിൽ പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായിട്ട് നോമ്പെടുത്ത ഒരു മാസമാണ് മുഹറം മാസം. ഹിജ്റി കലണ്ടർ പ്രകാരം നമ്മുടെ ഒന്നാമത്തെ മാസം അത് മുഹറമാണ്. പുതിയൊരു മാസം തുടങ്ങുകയാണ് മുഹറം മാസത്തിലൂടെ. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം മാസം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യമായ ഒരു മാസമാണ് മുഹറം മാസം. അങ്ങനെയുള്ളൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് മുഹറം മാസത്തിൽ നമ്മൾ നോമ്പ് നോക്കുന്നത്. മുഹറം മാസത്തിൽ മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് സുന്നത്താക്കി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വരാനിരിക്കുന്ന വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ, ലഇൻ അഇശ്തു, ഞാൻ ഉണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 9 നോമ്പ് നോക്കുമായിരുന്നു എന്ന ഹദീസിലുണ്ട്. ചില റിവായത്തുകളിൽ ഖബ്ലഹു ഔ ബഅദഹു, അതായത് 9 അല്ലെങ്കിൽ 11 എന്നും റിവായത്തിലുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ആരെങ്കിലും 9ഉം 10ഉം, 9 നോമ്പ് നോക്കാൻ പറ്റാത്ത ആളുകൾക്ക് 10ഉം 11ഉം നോക്കാം. ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് പറ്റുമെങ്കിൽ 9 10 നോക്കട്ടെ, ഇല്ല എങ്കിൽ 10ഉം 11ഉം നോക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇനി ഒരാൾക്ക് 9ഉം 10ഉം 11ഉം നോക്കാൻ പറ്റുമെങ്കിൽ അതും ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാ. അപ്പം മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നോമ്പ് നമുക്ക് സുന്നത്താക്കി. ആദ്യം മുഹറം മാസത്തിലെ നോമ്പ് ഫർളായിരുന്നു, വാജിബായിരുന്നു, നിർബന്ധമായി കണ്ടിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹറം മാസത്തിലെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് തന്നെ അറബികൾ നോറ്റിരുന്ന നോമ്പാണ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ആർക്കും അറിയാത്ത മുഹമ്മദ് നബി വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചൊരു മതമല്ല ഇസ്ലാം, അല്ലെ. നമ്മളെ മക്കാർക്ക് അള്ളാഹുവിനെ പരിചയമുണ്ട്, അവർ അള്ളാഹുവിനെ അറിയുന്നവരാണ് എന്നൊക്കെ നമ്മൾ സമർത്ഥിക്കുമ്പോൾ ഇവരൊക്കെ ചരിത്രത്തെ നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ ചരിത്രത്തെ നിഷേധിക്കേണ്ടി വരും ഇവർക്കൊക്കെ. കാരണം അറബികൾ ആശുറ നോമ്പ് നോക്കുന്നവരാണ്. എന്തടിസ്ഥാനത്തിൽ? ജൂതന്മാര് നോക്കുന്നവരാണ് ആശുറാന്റെ നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ മുമ്പേ നോറ്റവരാണ്. മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരെ നോക്കുന്നതായിട്ട് കണ്ടു. സഹാബാക്കൾ ചോദിച്ചപ്പോൾ അവരെ പറഞ്ഞു, നമ്മൾ ഇത് നോക്കുന്നത് ഇത് നല്ലൊരു ദിവസമാണ്, യൗമുൻ സാലിഹ്, നല്ലൊരു ദിവസമാണ്. എന്നിട്ട് അവർ പറഞ്ഞു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഫിർഔനിൽ നിന്നും രക്ഷിച്ച ദിവസമാണ് മുഹറം 10.
അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശുക്ർ എന്നോണം അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റ്, അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് എന്ന് ജൂതന്മാര് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ ജൂതന്മാരെക്കാൾ നഹ്നു അഹഖു ബിമൂസ അന അഹഖു ബിമൂസ വഔലാ ബിമൂസ, നമ്മളാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഏറെ യോജിച്ചവർ, ഏറെ അടുത്തവർ നമ്മളാണ്. അതുകൊണ്ട് നമ്മളും നോക്കണം. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി സഹാബാക്കളോട് കൽപ്പിച്ചു. ഏകദേശം ഹിജ്റ 1-ാം വർഷത്തിന്റെ അവസാനമാണ് ഈ രൂപത്തിൽ ആശുറയുടെ നോമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്കിടയിൽ പ്രത്യേകമായ ഒരു നോമ്പാക്കി പഠിപ്പിക്കുന്നത്. ഹിജ്റ 2-ന് റമദാനിലെ നോമ്പ് ഫർളായപ്പോൾ ആശുറയുടെ നോമ്പ് അത് സുന്നത്തിലേക്ക് പോയി. റമദാനിലെ നോമ്പ് ഇതിനെ ഒഴിവാക്കി. അപ്പൊ ഇനി റമദാനിലെ നോമ്പ് മാത്രമേ ഫർളായ നോമ്പുള്ളൂ, എന്തില്ല, ഫർദില്ല. വേണ്ടവർക്ക് നോക്കാം, വേണ്ടവർക്ക് ഒഴിവാക്കാം എന്നിടത്തേക്ക് ആശുറയുടെ നോമ്പെത്തി. അപ്പൊ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഫിർഔനിൽ നിന്നും രക്ഷിച്ച ദിവസമാണ് മുഹറം. ആ ദിവസത്തിലാണ് ജൂതന്മാര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷിച്ച ദിവസം ശുക്ർ എന്നോണം നോമ്പ് നോറ്റു. അതുകൊണ്ട് നമ്മളും നോമ്പ് നോക്കുന്നു. ഇവിടെ സുന്നത്തായൊരു നോമ്പാണ് ആശുറയുടെ നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഫضലായിട്ട് പഠിപ്പിച്ചത്, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അള്ളാഹു മാപ്പാക്കി തരും. യുകഫിറു സനത്തല്ലതി ഖബ്ലഹു, കഴിഞ്ഞ ഒരു വർഷം നാം ചെയ്തു കൂട്ടിയ പാപങ്ങളെ അള്ളാഹു മാപ്പ് തരുന്ന ഒരു നോമ്പാണ് മുഹറമത്തിലെ നോമ്പ്. ഈ 10-ാമത്തെ നോമ്പ് ജൂതന്മാരെടുത്തിരുന്നു. അതുകൊണ്ട് സഹാബാക്കൾ പറഞ്ഞു, നബി അവരും ഈ 10-ന് നോമ്പ് എടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്കെതിരാവാൻ നമ്മൾ 9-ന് നോമ്പ് നോക്കണം. എവിടെ നോക്കിയാലും ജൂതന്മാർക്കെതിരാവുക, അവരോട് ഒരു നിലക്കും യോജിക്കാതിരിക്കുക എന്നത് ഹദീസിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളത് ചെയ്യണം. എന്ത് വിഷയത്തിൽ അവർക്കെതിരാവുക. അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം ഹറാമാകുന്നത് നമ്മൾ മുഷാബഹത്ത് നോക്കുന്നത്. അത് കുഫാറുകൾ ചെയ്യുന്നതാണോ എങ്കിൽ നമ്മളത് ഹറാമാണെന്ന് പറയും. ഒരു നിലക്കും കാഫിരീങ്ങളോട് സാദൃശ്യപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മുഷാബഹത്തുൽ കുഫാർ, ഒരു കാഫിറായ ഒരാൾ തുടങ്ങി വെച്ചൊരു സമ്പ്രദായമാണോ, നമ്മൾ അതിനോട് എതിർക്കുന്നു. ഒരു കാഫിർ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ അത് അവരുടെ ഒരു മതപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ആചാരമായിട്ടോ അവർ തുടങ്ങി വെച്ച സംഗതിയാണ് എങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആചാരമായിട്ട് കൊണ്ട് നടക്കൂല. കാരണം അത് മുഷാബഹത്തുൽ കുഫാറാണ്, അല്ലെ? ബർത്ത്ഡേ ആഘോഷം എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞോ? ഇല്ല. ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ്, അവരാണ് ബർത്ത്ഡേ കൊണ്ടുവന്നത്. ജന്മദിനാഘോഷം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ദിവസം ആഘോഷമാക്കിയത് അവരാണ്. അപ്പൊ ആ ഒരു ആഘോഷം പോകുന്നത് നസാറാക്കളിലേക്കാണ്. അപ്പൊ നസാറാക്കൾ തുടങ്ങി വെച്ചൊരു ആഘോഷത്തെ നമ്മൾ ആഘോഷമാക്കാൻ പാടില്ല. ഒരു നിലക്ക് അത് ഹറാമായി. രണ്ടാമത്തെ നിലക്ക് ഒരു ദിവസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനും ഹദീസും ഒരു ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല എങ്കിൽ ആ ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് അത് ആവർത്തിച്ചു വരുന്ന ഒരു ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കാൻ പാടില്ല. ജന്മദിനം എല്ലാ വർഷവും അതേ മാസത്തിൽ അതേ ഡേറ്റിൽ നമ്മൾ ആഘോഷിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട് എങ്കിൽ അത് ആര് പഠിപ്പിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ആ ദിവസത്തെ പ്രത്യേകത ഇല്ല. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഹറാമാണ്, പാടില്ല. പ്രത്യേകത കൽപ്പിക്കുന്നുണ്ട്. ഇനി അതല്ല, അങ്ങനെ ഒരു ദിവസത്തിനൊന്നും പ്രത്യേകത ഇല്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ചു, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ A+ കിട്ടി, നമ്മൾ എല്ലാവരും കൂടി മധുരം വാങ്ങി കഴിക്കുന്ന പ്രശ്നമുണ്ടോ? ഇല്ല. അതെല്ലാ വർഷവും ആ ദിവസം നമ്മൾ മധുരം കൊടുക്കോ? ഇല്ല, അല്ലെ? അപ്പൊ ഈ രൂപത്തിൽ ഒരു ദിവസത്തെ ആവർത്തിച്ചു വരുന്ന ഒരു ദിവസത്തെ പ്രത്യേകമായിട്ട് കാണുന്നതിനെ ഇസ്ലാം എതിർത്തു. ആ രൂപത്തിലും അത് ഹറാമായി. അപ്പൊ പറഞ്ഞു വന്നത്, ജൂതന്മാര് മുഹറം 10-ന് നോമ്പ് നോറ്റു എന്നതിനെതിരാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 9-നോ അല്ലെങ്കിൽ മുഹറം 11-നോ നിങ്ങൾ നോമ്പ് നോറ്റ അവർക്കെതിരാവണം എന്ന് പറഞ്ഞു. ഇനി
എന്തിനാണ് ഇവർ നോമ്പ് നോറ്റത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചു ഫിർഔനിൽ നിന്ന്. നമ്മൾ ഈ ഒരു നോമ്പിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ അതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചു. നമ്മള് ഇതുപോലുള്ള കേവലം ഒരു സുന്നത്തായ ഒരു നോമ്പ്, ആ നോമ്പിന്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നതിന് പകരം എന്തിനാണ് ആ നോമ്പ് നോറ്റത് എന്നും, ആ ജൂതന്മാരോട് എതിരാവ എന്നുള്ള മസലയും, അല്ലെങ്കിൽ ജൂതന്മാരോട് നമ്മൾ എതിരാവണം എന്നുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ആ നോമ്പ് നോക്കാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശുക്ർ ചെയ്തു, ആ ശുക്ർ ചെയ്യാനുണ്ടായ കാരണം എന്താണ്, എങ്ങനെയാണ് അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊന്നും എവിടെയും ചർച്ചയില്ല. എങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചത്, എന്തിനെ രക്ഷിച്ചു, എപ്പോഴാണ് രക്ഷിച്ചത്? അല്ലെ, വലിയ സംഭവമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദി പ്രബോധന രംഗത്ത് ശക്തമായി നിലകൊണ്ടൊരു പ്രവാചകനാണ്, ശക്തമായ തീരുമാനങ്ങൾ എടുത്ത പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിനെ കുറിച്ച് പറഞ്ഞത്, എന്റെ കാലഘട്ടത്തിൽ ഫിർഔനാണ് അബൂജഹൽ എന്ന് പറഞ്ഞു. അബൂജഹലിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിർഔൻ. ആർക്കും ഒന്നും പറയാൻ ഒരു നിലക്കും അനുവാദമില്ല, പെർമിഷൻ ഇല്ല. ആ രൂപത്തിൽ സ്വച്ഛാധിപതിയായി രാജ്യം ഭരിക്കുകയാണ്. എത്രത്തോളം ഫിർഔന് പറഞ്ഞു, നൈൽ നദി ഒഴുകുന്നത് എന്റെ കൽപ്പന പ്രകാരമാണ്, എന്റെ ഓർഡർ പ്രകാരമാണ് നൈൽ നദി ഒഴുകുന്നത്. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഏറ്റവും ഉയർന്ന റബ്ബ് ഞാനാണ് എന്ന് പോലും പ്രഖ്യാപിക്കുമാറ് ഫിർഔൻ ജനങ്ങൾക്കിടയിൽ ഒരു ഭരണാധികാരിയായിട്ട് വാഴുകയാണ്. ആ സമയത്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദുമായിട്ട് ഫിർഔന്റെ അടുക്കലേക്ക് പോകുന്നത്. പേടിയുണ്ട് മൂസാ നബിക്ക്, കാരണം ഫിർഔന്റെ അടുക്കലേക്ക് അള്ളാന്റെ കൽപ്പനയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസ, ഫിർഔൻ അതിര് വിട്ടിട്ടുണ്ട്, ഫിർഔന്റെ അടുത്തേക്ക് പോകണം. ഫിർഔൻ അതിര് ലംഘിച്ചിട്ടുണ്ട്, ഓവറായിട്ടുണ്ട്, അവന്റെ അടുത്തേക്ക് പോകണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആദ്യത്തെ കൽപ്പന അതാണ്, ഇദ്ഹബ്, നീ പോണം മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഒറ്റക്ക് പോയാൽ ശരിയാവൂല, എന്റെ സഹോദരൻ ഹാറൂനെയും എന്റെ കൂടെ അയക്കണം. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നബിയാക്കി മൂസ നബിന്റെ കൂടെ അയക്കണം. ഹാറൂനെയും എന്റെ കൂടെ അയക്കണം. കാരണം ഹാറൂൻ നല്ല സ്ഫുടമായി സംസാരിക്കുന്ന ഒരുത്തനാണ്. അവിടെയാണ് മൂസ അലൈഹി സ്വലാത്തു ദുആ ചെയ്യുന്നത്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു എന്റെ ഹൃദയം നീ വിശാലമാക്കി തരണം. അല്ലേ, മൂസാ നബി കുറച്ച് ശാഠ്യക്കാരനാണ്. ഫിർഔനാകുന്ന ഒരു ഭരണാധികാരിയുടെ അടുക്കൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എടുത്തു ചാടരുത്, കുറച്ച് സംയമനം പാലിക്കണം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, എന്റെ വാക്കുകൾ, ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിന്റെ കെട്ട് നീ അഴിക്കണേ അല്ലാ. അല്ലെ, പറയുന്ന തിരിയണ്ടേ, നമ്മൾ വെറുതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. മുമ്പിലുള്ള ആളുകൾക്ക് ഇയാൾ എന്താണ് ഈ പറയുന്നത്, ഇയാൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്ന് തിരിയണം. മാത്രമല്ല, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ രൂപത്തിൽ മറുപടി പറയാൻ പറ്റണം. അല്ലെ, അതൊക്കെ അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതാ. അല്ലെ, നമ്മൾ വെറുതെ എന്തെങ്കിലും ജഗപകായൊന്നും കാര്യമില്ല. അല്ലെ, സംസാരം അത് അള്ളാഹിന്റെ ഭാഗത്ത് കിട്ടേണ്ടതാ. നമ്മൾ പറയുന്നത് ഒരാൾക്ക് തിരിയണം. ഞാൻ അത്ര പറഞ്ഞ് എന്നിട്ട് നമ്മൾ പറയുന്നത് അവർക്ക് അതൊക്കെ നമ്മൾ ദഅവത്തിന്റെ ഭാഗമാണ്. നമ്മൾ ദുആ ചെയ്യേണ്ട അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഞാൻ ഒരാളോട് ദീൻ പറയുമ്പോൾ അള്ളാഹു എന്റെ കാര്യം അയാൾക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ എന്റെ സംസാരത്തെ നീയാക്കണേ അള്ളാഹ്. അവരെന്തെങ്കിലും റിയാക്ഷൻ ചെയ്താൽ അത് ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സെനിക്ക് നൽകണേ അള്ളാഹ്. മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചാണ്, റബ്ബി ഇശ്റഹ് ലി സദ്രി, അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ. വഹ്ലുൽ ഉഖ്ദതൻ, എന്റെ നാവിന്റെ കെട്ട് നീ അഴിക്കണേ അള്ളാഹ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇദ്ഹബാ ഇലാ ഫിർഔൻ. ആദ്യം പറഞ്ഞത് ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിർഔനോട് നീ ഒറ്റക്ക് പോകാനാ പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുത്തേക്ക് പോകണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. അല്ലാഹു പറയാ, ഫിർഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസ, നിങ്ങൾ രണ്ടുപേരും പോകണം. എന്നിട്ട് ഫഖൂലാ, നിങ്ങൾ രണ്ടുപേരും പറയണം, ഖൗലൻ ലയ്യിനൻ, മൃദുലമായി സംസാരിക്കണം.
സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമ്മളെ ദഅവത്തിന്റെ രംഗത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും ദഅവത്തല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അട്ടഹസിച്ചൊന്നും കാര്യമില്ല. ഫിറഔന്റെ അടുക്കിലേക്ക്, ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് ദഅവത്തിന് മൂസാ നബിനെ അള്ളാഹു അയക്കാണ്. അള്ളാഹ് എന്നിട്ട് മൂസാ നബിനെ പ്രിപ്പയർ ചെയ്യാണ്. മൂസ അവിടെ പോയിട്ട് എന്തെങ്കിലും കാണിച്ചോണ്ട് കാര്യമില്ല. അവിടെ പോയിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഫിറോൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് കളയും, ചിലപ്പോൾ എന്തെങ്കിലും മോട്ട് കാണിച്ച് എന്തെങ്കിലും പറയും. തട്ടിക്കയറരുത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. മൃദുലമായിട്ട് സംസാരിക്കുക, മയമായിട്ട് സംസാരിക്കുക. അല്ലെ, ചിലയിടത്ത് പോകുമ്പോൾ അങ്ങനെ സംസാരിക്കണം നമ്മൾ. നമ്മൾ വലിയ ആളാവാൻ നിൽക്കരുത്. ലഅല്ലഹു അല്ല പറയാ യതദക്കറു ഔ യഖ്ഷ. ഒന്നെങ്കിൽ അവൻ ചിന്തിക്കാം, അല്ലെങ്കിൽ അവൻ ഭയപ്പെടാം. എപ്പോഴാ? ലയ്യനായിട്ട് സംസാരിക്കുമ്പോൾ. ദഅവത്തിന്റെ ഒരു രീതിയാണത്, ലയ്യനായിട്ട് സംസാരിക്കുമ്പോൾ. വലിയ ചരിത്രമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗന്റെ അടുക്കൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഫിറൗന് തർക്കിക്കാൻ തുടങ്ങി. ഫിറൗൻ ചോദിച്ചു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. മൂസ, നീ ഇപ്പൊ പറയുന്നുണ്ടല്ലോ അള്ളാഹുവാണ് ഇലാഹ്, അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പറ്റൂ. അങ്ങനെയാണ് എങ്കിൽ ഫിറൗൻ ചോദിച്ച ചോദ്യമാണ്, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. അങ്ങനെയാണെങ്കിൽ മുമ്പേ കഴിഞ്ഞു പോയവരുടെ അവസ്ഥ എന്താ മൂസ? നീ ഇപ്പൊ വന്നിട്ട് പറയല്ലേ, നമ്മൾ ജീവിച്ചു, നമ്മളുപ്പ ജീവിച്ചു, നമ്മളുപ്പ ജീവിച്ചു, നമ്മളെ കാരണന്മാർ ജീവിച്ചു, ഒരുപാട് ആളുകൾ മുമ്പോട്ട് ജീവിച്ചല്ലോ, അവരുടെ അവസ്ഥ എന്താ? അല്ല, ഇന്നും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് നമ്മള് ഫിറഔന്റെ ചോദ്യമാണത്. ഫിറഔൻ മൂസാ നബിയോടാണ് ആദ്യമായിട്ട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉപ്പപ്പന്മാരുടെ അവസ്ഥ എന്താ? അല്ലെ, നമ്മള് റാത്തീബിനെതിരെ, നമ്മള് മൗലൂദിനെതിരെ, ഷിർക്കിനെതിരെ, വിദഅത്തിനെതിരെ പറയുമ്പോ, ഓ നിങ്ങൾ ഇപ്പൊ പുതിയ വന്നിട്ട് പറയാണ്, ഇത്രയും കാലം നമ്മൾ ചെയ്തല്ലോ, നമ്മൾ ഉപ്പ ചെയ്തല്ലോ, അവരൊക്കെ നരകത്തിലാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അവരൊക്കെ തെറ്റ് ചെയ്തെന്നാണോ നിങ്ങൾ പറയുന്നത്? ഫിറഔൻ ചോദിച്ച അതേ ചോദ്യം. ഫിറഔൻ ചോദിച്ചു, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. മൂസ, മുമ്പുള്ള ആളുകളുടെ അവസ്ഥ എന്താ? നീ ഇപ്പൊ വന്നിട്ടാണ് പറയുന്നത് അള്ളാഹു മാത്രമാണ് ഇലാഹ്. ആ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടി നമ്മൾ അതേ മറുപടി കൊടുക്കണ്ടുള്ളൂ. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അവരുടെ വിഷയം അള്ളാഹിന്റെ അടുക്കൽ രേഖയിലുണ്ട്. അള്ളാഹു ഒന്നും മറക്കുന്നവനല്ല, അള്ളാഹ് തെറ്റൂല്ല. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. അള്ളാഹ്ക്ക് പഴക്കൂല, അള്ളാഹ്ക്ക് മിസ്സാവൂല. അവരെന്തൊക്കെ ചെയ്തു എന്നും, അവരെവിടെയാണ് എന്നും, അവരുടെ വിശ്വാസം എന്താണ് എന്നും, അവരുടെ കർമ്മങ്ങൾ എന്താണ് എന്നും വ്യക്തമായ രേഖയിലുണ്ട്. അവരുടെ വിഷയത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. അവരുടെ കാര്യത്തിൽ അള്ളാഹിന്റെ അടുക്കൽ വ്യക്തമായ റെക്കോർഡുണ്ട്. അത് അവിടെ എത്തിയിട്ട് കാണാം. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ അവരെന്ത് ചെയ്തു, ഉപ്പപ്പമാരെന്ത് ചെയ്തു, കാരണന്മാരെന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ ആദർശത്തെയും നിങ്ങൾ അവർക്കിടയിൽ പണയപ്പെടുത്തണ്ട. എന്റെ ഉപ്പ എങ്ങനെയാണ് ജീവിച്ചത്, അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒന്നും ഇസ്ലാമിലില്ല. അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. മുമ്പുള്ള ആളുകൾ എന്ത് ചെയ്തു അതൊക്കെ റെക്കോർഡിൽ അള്ളാഹിന്റെ അടുത്തുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അതൊന്നും ചിന്തിച്ചിട്ട് ബേജാറാവണ്ട. അതെന്തോ ആയിക്കോട്ടെ, അവർ നല്ലതാണെങ്കിൽ നല്ല അവസ്ഥ, അവർ ചീത്തയാണെങ്കിൽ ചീത്ത അവസ്ഥ, അത് അള്ളാഹിന്റെ അടുക്ക് റെക്കോർഡാണ്. നിങ്ങൾക്ക് മുമ്പിലെത്തുന്ന പ്രമാണങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്താനും ഹക്ക് ബോധ്യപ്പെടാനും ഇന്ന് അത് നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ നിങ്ങളുടെ കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഫിറഔനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലെ, അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെയാണ് ഫിറഔൻ പറയുന്നത്, നമുക്കൊരു മത്സരം വെക്കാം, അല്ലെ, സൂറത്തു ത്വാഹ. അങ്ങനെയാണ് സാഹിര്യങ്ങളെ ഫിറഔൻ കൊണ്ടുവരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ വടി, അള്ളാഹു കൊടുത്ത വടി. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിക്കുകയാണ്, ഓരോന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, അല്ലെ. കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പിന്നാലെ പോയി അവരോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു അത്ഭുതം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുമ്പിൽ പോയി സുജൂദ് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരോട് പോയി പറഞ്ഞ് അങ്ങനെ ജീവിക്കുകയാണ് മനുഷ്യന്മാര്, അല്ലെ. മുസ്ലിമീങ്ങളായ ആളുകൾ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു അത്ഭുതം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതും പറഞ്ഞ് കറാമത്തും പ്രസംഗിച്ച് അതിന്റെ കൂടെ 100 എണ്ണം അവരുടെ വകയുണ്ടാക്കി, അല്ലെ. അവരുടെ വക 100 എണ്ണം, അല്ലെ. പുതിയ ജാറുണ്ടായി, മരിക്കാൻ കാത്തിക്കാണ് ഓരോരുത്തർ ജാറുണ്ടായി ഒരു ഭാഗത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പോലെയുള്ള മുഹറം പോലെയുള്ള മാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേവലം ഒരു നോമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസപ്പിറവിയോ അത് മാത്രം ചർച്ച ചെയ്ത് നമ്മൾ ഒതുക്കുന്നതിന് പകരം നമ്മൾ ഒന്നുകൂടി എന്താണ് ആ മാസത്തിന്റെ പ്രത്യേകത എന്നും, എന്താണ് ആ നോമ്പ് ഉണ്ടാവാനുള്ള കാരണമെന്നും, എന്താണ് അതിന്റെ പിന്നിൽ നിന്ന് വിശാലമായിട്ട് ചർച്ചക്കെടുക്കണം നാം. അതുകൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. കേവലം ഒരു നോമ്പിന്റെ കാര്യം പറഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ട് നിർത്തേണ്ട കാര്യമില്ല.
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിർഔന് ചോദിച്ചതേ ചോദ്യം ചോദിക്കുന്നവരാണ് ഈ നാട്ടിലെ ജാറത്തിന്റെ ആളുകൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏതുപോലെ ഫിർഔൻ ചോദിച്ചു അതുപോലെ ചോദിക്കുന്നു. നമുക്കും അവരോട് മറുപടി പറയാനുള്ളത് അതുപോലെയാണ്. ജാറത്തിന്റെ ആളുകൾ ജാറങ്ങൾ പൊന്താൻ തുടങ്ങി. എന്തെങ്കിലും കറാമത്ത് കണ്ടാൽ, എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കണ്ടാൽ പിന്നെ അവരോട് പോയിട്ട് കാര്യങ്ങൾ അപേക്ഷിക്കുന്ന, അവരോട് പോയിട്ട് കാര്യങ്ങൾ തേടുന്ന രീതി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ വടിയുണ്ട്, അള്ളാഹുവിന്റെ. അള്ളാഹ് കൊടുത്ത വടിയാണ്. ഒരു സമയത്ത് അത് പാമ്പായിട്ടുണ്ട്, മൂസാ നബി പിടിച്ചിട്ടുണ്ട്, പിടിച്ചപ്പോ വീണ്ടും വടിയായിട്ടുണ്ട്. മൂസാ നബിക്ക് അറിയാലോ. ഫിർഔൻ മായാജാലക്കാരെ കൊണ്ടുവന്നു. മായാജാലക്കാരെല്ലാവരും, സാഹിര്യങ്ങളെല്ലാവരും അവരുടേതായ സിഹർ കാണിച്ചു മൂസാ നബിക്ക് മുൻപിൽ. മൂസാ നബി പേടിച്ചു. അല്ലെ, അള്ളാഹ് പറയാണ് മൂസാ നബിക്ക് അവർ ഇട്ട കയറുകൾ പാമ്പായിട്ട് തോന്നി. യുഹയ്യൽ, തോന്നി. ഖുർആൻ പറഞ്ഞത് അവർക്ക് തോന്നി, മൂസാ നബിക്ക് തോന്നി പാമ്പായിട്ട് എടുക്കുന്നത് പോലെ. മൂസാ നബിക്ക് ബേജാറാവേണ്ട ആവശ്യമില്ല. എന്തിനാ, എന്റെ കയ്യിൽ വടിയില്ലേ, ഞാൻ ഇപ്പൊ വടിയിട്ട പാമ്പാവൂലേ? ഇല്ല. അല്ലെ, മുഅ്ജിസത്തും കറാമത്തും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പെറ്റിച്ച് ജനങ്ങളെ ഷിർക്കിലേക്ക് കൂപ്പുകുത്തിച്ചു ഒരു കൂട്ടം ആളുകൾ. നെയ്മാർക്ക് മുഅ്ജിസത്ത് ഉണ്ടായിട്ടില്ലേ? ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാവൂലേ? അതുകൊണ്ടാ ഇന്നൽക്ക് കറാമത്തുണ്ട്, 100 കറാമത്തുകൾ ഉണ്ട്. കാഫിരീങ്ങൾക്ക് പോലും കറാമത്ത് ഉണ്ടാക്കി ഇവർ. അല്ലെ, മുസ്ലിം അല്ലാത്ത സ്വാമിമാർക്ക് പോലും കറാമത്ത് ഉണ്ടാക്കി ഇവർ. കറാമത്ത് പ്രസംഗിച്ച് വ്യക്തമായിട്ട് നാട്ടുകാരൻ പറഞ്ഞു. പ്രസംഗിക്കാൻ വരുന്ന ഷെയ്ഖിനോട്, നോക്കി അയാൾ മുസ്ലിം അല്ല, എവിടുന്നോ വന്നൊരു സ്വാമിയാണ്, അങ്ങനെയാണ് അയാൾ മരിച്ചു പോയത്, അയാളെ നമുക്കറിയാം, കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. കുപ്പത്തൊട്ടിന്ന് കിട്ടുന്ന തിന്ന് കുളിക്കാതെ നാറി നടന്നൊരു മനുഷ്യനാണ് മരിച്ചു പോയത്. നിങ്ങൾ കറാമത്ത് പ്രസംഗിക്കരുത് എന്ന് ഷെയ്ഖുനാനോട് പറഞ്ഞു. അല്ലെ, പറഞ്ഞു കൊടുത്ത ആളുകൾ. എന്നിട്ടും 100ഓളം കറാമത്തുകൾ പ്രസംഗിച്ചു. എന്നിട്ട് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. അല്ലെ, കുപ്പസ്വാമിന്റെ ജാറത്തിന്. ആര്? ഷെയ്ഖുന. നമ്മുടെ നാട്ടിലെ വെൽസാണ് ഇസ്ലാമിന്റെ അഡ്രസ്. വല്ലാഹി ഇവർ ഷിർക്കിന്റെ ആളുകളാണ്. ഇവർ ഷിർക്കിന്റെ, വ്യക്തമായിട്ട് നമ്മൾ പറയണം, ഇവർ ഷിർക്കിന്റെ അഹ്ലുകാരാണ്. എന്തെങ്കിലും കറാമത്ത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ വടിയുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ബേജാറാണ് ആവശ്യമില്ല. സാഹചര്യങ്ങളെ കണ്ടാൽ എന്തിനാ ബേജാറാകുന്നത്? എന്റെ കയ്യിൽ വടിയുണ്ട്. ഇല്ല, ഈ വടിയെ പാമ്പാക്കിയത് അള്ളാഹുവാൻ. അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമല്ലാതെ ഈ വടി പാമ്പാവൂല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചു. അള്ളാഹിന്റെ കൽപ്പന വരാൻ കാത്തിരിക്കുക, അല്ലാതെ ഒന്നും നടക്കൂല. അള്ളാഹിന്റെ കൽപ്പന വരാൻ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് അള്ളാഹു പറയുന്നത്, മൂസ അൽഖിഹാ യാ മൂസ, മൂസ അത് നീ എട്. മൂസ അലൈഹി സ്വലാത്തു ഫൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. അത് വലിയ പാമ്പായി. ഫിർഔന്റെ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന, അവരുടെ മായാജാലക്കാർ കൊണ്ടുവന്നതിനൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. ചരിത്രം അവസാനം ഗതിയില്ലാതെ ഫിർഔൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ബനി ഇസ്രായേലുകൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ബനി ഇസ്രായേലുകളെ പട്ടിണിക്കാൻ തുടങ്ങി. ആ രൂപത്തിൽ പീഡിപ്പിക്കാൻ തുടങ്ങി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറഞ്ഞു, ഫിർഔൻ ഫഅർസിൽ മഅനാ ബനി ഇസ്രായേൽ. ബനി ഇസ്രായേലി ന്യൂനപക്ഷ മുസ്ലിമീങ്ങളാണ്, അവർ എനിക്ക് വിട്ടുതരണം. അവരെന്റെ ആളുകളാണ്. ഫിർഔൻ, അവരെ ശിക്ഷിക്കാനോ അവരെ ഉപദ്രവിക്കാനോ നിനക്ക് പറ്റൂല. എന്റെ കൂടെ വിട്ടുതരണം. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുന്നത്. മൂസ, നീ ഇന്ന് രാത്രി തന്നെ ബനി ഇസ്രായേലികളെ കൊണ്ട് നാട് വിടണം. മൂസാ നബിയോട് അല്ലാഹു ഹിജ്റ പോവാൻ പറയാ. ഇവിടെ യഥാർത്ഥത്തിൽ ഹിജ്റ പോകേണ്ടത് ആരാ? അള്ളാഹു ആരെയാ പുറത്താക്കേണ്ടത്? ഫിർഔനെ അല്ലെ? നമ്മുടെ ദഅവത്തിന്റെ രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അല്ലെങ്കിൽ സങ്കീർണ ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ഈ രൂപത്തിലുള്ള ചരിത്രം നമുക്ക് പാഠമാവണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രബോധകനാണ്. അള്ളാഹുവിന്റെ തൗഹീദ് പ്രസംഗിക്കാൻ ഫിർഔന്റെ കൊട്ടാരത്തിൽ പോയിട്ടും അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാണ്. ഇവിടെ ഫിർഔനെയും കൂട്ടരെയും നശിപ്പിച്ച് അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ആധിപത്യം നൽകേണ്ട അള്ളാഹു മൂസാ നബിനോട് പറയാണ്, മൂസ, നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബനി ഇസ്രായേലിയും കൂട്ടി നാട് വിട്ടോ. അള്ളാഹ് പറയാ, മൂസ രാത്രി തന്നെ വിട്ടോ, എല്ലാരെയും കൂട്ടിയിട്ട്. ചില്ലറ അതാവ എല്ലാരെയും കൂട്ടിയിട്ട് നാട് വിടല് അല്ലെ? ഒരു നാട്ടിൽ നിന്ന് മറു നാട്ടിലേക്ക് പോക്ക്. അത് ബനി ഇസ്രായേലുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന റിവായത്തുകൾ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം രാത്രിക്ക് രാത്രി ബനി ഇസ്രായേലുകളെയും കൂട്ടിയിട്ട് ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്കുള്ള യാത്രയാണ്. ഈജിപ്ത് മിസ്റിൽ നിന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ തുടങ്ങുന്നത്. അങ്ങനെ പോയി. അള്ളാഹ് പറഞ്ഞു, ഇന്നക്കും മുത്തബഊൻ, തീർച്ചയായിട്ടും നിങ്ങൾ പിന്തുടരപ്പെടും. ഫിർഔൻ നിങ്ങളെ വേക്കിൽ വരും എന്ന് അള്ളാഹ് പറഞ്ഞു.
മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ബനി ഇസ്രായേലികളും യാത്ര തിരിച്ചു. ഫിറഔൻ കാര്യം അറിഞ്ഞു. ഫിറഔൻ ആളുകളെ വിട്ടു, പട്ടാളക്കാരെ വിട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ടീമും ചെങ്കടലിന്റെ ഓരത്തെത്തി. നമ്മൾ ആ മുഹറം നോമ്പിലേക്ക് എത്തുകയാണ്. ചെങ്കടലിന്റെ ഓരത്തെത്തി. ചെങ്കടലിന്റെ ഓരത്തെത്തിയപ്പോ മൂസാ നബീന്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, മൂസ ഇന്നാ ലമുദ്റകൂൻ. ബേക്കിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ഇതാ നിങ്ങളെ ബേക്കിലെ ഫിറഔന്റെ ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇവരറിഞ്ഞു, മൂസ ഫിറഔന്റെ ടീം ബേക്കിൽ വരുന്നുണ്ട്, മുമ്പിൽ കടലാണ്, നമ്മൾ എന്ത് ചെയ്യും? ഇന്നാ ലമുദ്റകൂൻ. നമ്മൾ മുങ്ങിച്ചാവാൻ പോവാണോ? കടല് നീന്തി കടക്കാൻ കഴിയില്ല. കടല് നീന്തി കടക്കാൻ കഴിയില്ല, എല്ലാവർക്കും അറിയാം. ബേക്കിൽ ഫിറഔന്റെ പട്ടാളക്കാരെ തോൽപ്പിക്കാൻ മാത്രം നമുക്ക് കഴിവില്ല. നമ്മൾ ആയുധ സജ്ജരല്ല. ഫിറഔന്റെ ആളുകൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വരികയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു നേതാവ്, ഒരു പ്രവാചകൻ അനുയായികളെ തൗഹീദ് പഠിപ്പിച്ച് അവരെയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. അല്ലെ, എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കേട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനീമത്ത് സ്വത്ത് വീതിച്ചപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞു, ഇത് അനീതിയാണെന്ന് പറഞ്ഞു. ഇത് അനീതിയാണ്, മുഹമ്മദ് നബി ഇത് വീതിച്ചത് അനീതിയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു മൂസ. മൂസാ നബിയോട് അല്ലാഹു കരുണ കാണിക്കട്ടെ. ഖദ് ഊദിയ അക്സറ മിൻ ഹാദാ ഫസബറ. മൂസാ നബി ഇതിനേക്കാൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ മൂസാ നബി ക്ഷമിച്ചു. അള്ളാഹു മൂസാ നബിനോട് കരുണ കാണിക്കട്ടെ. അതായത് ഒരു നേതാവ് ഒരു കാര്യം പറയാ, എന്നിട്ട് അനുയായികൾ നേതാവിനെ കുറ്റപ്പെടുത്തുക, അല്ലെ? അള്ളാഹുന്റെ റസൂല് വീതിച്ചപ്പോ ഇത് ശരിയല്ല. അള്ളാഹുന്റെ റസൂല് ചോദിച്ചു, അള്ളാഹും റസൂലും അല്ലാതെ വേറെ ആരാണ് നീതി കാണിക്കുക? വെറുതെ പറയാണ് അള്ളാഹുന്റെ റസൂൽ നീതി കാണിച്ചിട്ടില്ല എന്നുള്ളത്. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, ഇതുണ്ടാവും. മൂസാ നബിനെ ഇവര് പലതും പറഞ്ഞ് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ബനി ഇസ്രായേലികൾ. മൂസാ നബിനോട്, മൂസ നമുക്ക് അത് വേണം, നമുക്ക് ഇത് വേണം, അള്ളാഹിനോട് അത് ചോദിക്കണം, ഇത് ചോദിക്കണം. മൂസാ നബി ദുആ ചെയ്യുന്നു, അവർക്ക് മന്നു സൽവിയും അവർക്ക് ഇറക്കി കൊടുത്തു, അല്ലെ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓരോന്നോരോന്ന് ദുആ ചെയ്യുന്നു. അതുകൊണ്ടാണ് അള്ളാഹ് ഖുർആനിൽ ഒരുപാട് തവണ പറഞ്ഞത്, യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ബനി ഇസ്രായേലികളെ, ജൂതന്മാര് ബനി ഇസ്രായേലികളെ, നിങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ നിങ്ങൾ ഓർക്കണം. നിഅമത്തുകൾ ഇവർക്ക് ജൂതന്മാർക്ക് വ്യക്തമായിട്ട് അറിയാം ഇസ്ലാം അവർക്ക് നൽകിയ നിഅമത്ത് എത്രയാണ്, അള്ളാഹു അവർക്ക് നിഅമത്ത് എത്രയാണ് എന്നുള്ളത്. ഒരു പിടിവാശിപ്പുറത്താണ് അവർ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായി ജീവിക്കുന്നത്. അതല്ല യാ അഹ്ലൽ കിതാബ് എന്ന് അള്ളാഹു അവരെ വിളിച്ചോണ്ടിരിക്കുന്നത്. അവർക്ക് കിതാബിന്റെ ആളുകളാണ്, അവർക്ക് അള്ളാഹുവിനെ അറിയാം, അവർക്ക് ഇസ്ലാമിനെ അറിയാം, വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അവർ തീരുമാനിച്ചതാണ് ഇസ്ലാമിന് ശത്രുക്കളാവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടി തീരുമാനിച്ച ശത്രുക്കളായതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താണ് നമ്മളെ ശിക്ഷിക്കാൻ പോവാണോ, ഇനി എന്താ ചെയ്യാ? ആ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സയഹ്ദി. അവിടെയാണ് പറയുന്നത്. കാരണം ഈജിപ്തിൽ നിന്നും നമ്മളോട് യാത്ര തിരിക്കാൻ പറഞ്ഞത് അള്ളാഹുവാണ്. ചെങ്കടലിന്റെ ഓരത്താണ് നമ്മൾ നിൽക്കുന്നത്. കടൽ അള്ളാഹുവിൻ്റെതാണ്. ഫിറഔന്റെ പട്ടാളക്കാർ അത് അള്ളാഹുവിന്റെ മഖ്ലൂഖീങ്ങളാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തൗഹീദ് പഠിപ്പിക്കുക. അവിടെ നിങ്ങൾ ബേജാറാവണ്ട. മുമ്പിൽ കടലാണ്, ശരിയാണ്, നമുക്ക് നീന്തി പോവാൻ ഒക്കൂല, നമ്മൾ മുങ്ങും. പിന്നിൽ ഫിറഔന്റെ ശത്രുക്കളാണ്, ഫിറഔന്റെ പട്ടാളക്കാരാണ്. അവർ നമ്മളായിട്ട് യുദ്ധം നടത്തിയാൽ അവരോട് അതിജയിക്കാൻ മാത്രം ഏതായാലും ആയുധ ശക്തി നമുക്കില്ല, തീർച്ചയാണ്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നമ്മൾ വന്നത്, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് നമ്മൾ അവിടെ വിട്ടിറങ്ങിയത്. അതുകൊണ്ട് ഇന്ന മഅയ റബ്ബി സയഹ്ദി, തീർച്ചയായും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അവിടെ മൂസാ നബി ജയിക്കാണ് അള്ളാഹിന്റെ മുമ്പിൽ. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജയിക്കുകയാണ്. എന്താ ഉണ്ടായത്? ഇതാണ് നമ്മളെ പാഠം. മുഹറത്തിൽ നമ്മൾ ഓർക്കേണ്ടതും അതാണ്. അള്ളാഹുവിനെ പഠിക്കണം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രയാസങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ, പ്രശ്നങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ, പ്രാരാബ്ദങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ, സങ്കീർണ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അള്ളാഹനെ മറന്നിട്ട് നമ്മൾ വേറൊന്നും ചെയ്യണ്ട എന്ന് പഠിപ്പിക്കുക. നമുക്ക് വായു നൽകിയവൻ അള്ളാഹു, വെള്ളം നൽകിയവൻ അള്ളാഹു, ജീവിക്കാനുള്ള ആയുസ് നൽകിയവൻ അള്ളാഹു, കണ്ണിന് കാഴ്ച നൽകിയവൻ അള്ളാഹു. ഇതൊക്കെ തന്നിട്ട് തന്നെ ഭൂമിയിൽ അള്ളാഹു പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ അള്ളാഹു നോക്കുന്നുണ്ട്, അവൻ ശ്രദ്ധിക്കുന്നുണ്ട്.
ഏതേത് പ്രശ്നം വന്നാലും അതിൽ ഇടപെട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ എൻ്റെ റബ്ബ് എന്നും സജ്ജമാണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവാൻ. അതിനാണ് ചരിത്രം. അല്ലാണ്ട് വെറുതെ മൂസാ നബിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്, അതുകൊണ്ട് നമ്മൾ നോമ്പ് നോക്കുന്നു അവിടെ നിർത്തിയില്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തിയ രംഗം ഇതാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരോടും പറഞ്ഞു, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഈ വടി കയ്യിലുണ്ട് എന്നുള്ള ധൈര്യത്തിലാണോ? അല്ല. ഒന്ന് മൂസാ നബി എന്താ പറയണ്ടേ? ആരും പേടിക്കണ്ട, എന്റെ കയ്യിൽ ഈ വടിയുണ്ട്, ഞാനത് അടിച്ചിട്ട് ശരിയാ. ഒന്നുമില്ല. മൂസാ നബിക്ക് അറിയാം ഇത് വടിയ പാമ്പായി. അവിടെ പാമ്പായിട്ട് കാര്യമുണ്ടോ? ആ വടി കടലിന്റെ മുമ്പിൽ പാമ്പായിട്ട് കാര്യമുണ്ടോ? ഇല്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു വഴി കാണിച്ചു തരും. ഇന്ന് എന്തെങ്കിലും കറാമത്തുണ്ടായാൽ നിങ്ങൾ ബേജാറയ്യാവണ്ട, ഇന്നാളെ വിളിച്ചു. നിങ്ങൾ പേടിക്കേ വേണ്ട, ഇന്നാളടുത്തേക്ക് പോയിക്കും. മക്കളിലെ ഒരു ബേജാറും വേണ്ട, ഇന്നടുത്തേക്ക് പോയിക്കും. അല്ലെ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പോലും അവിടെ പറഞ്ഞത് എൻ്റെ അടുത്ത് വടിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട എന്നാണോ? ഞാൻ നബിയാണ്, എനിക്ക് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മുഅ്ജിസത്ത് ഉണ്ടായ പ്രവാചകനാണ് മൂസാ നബി. ഒരുപാട് മുഅ്ജിസത്തുകൾ. ഫർസല അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ളഫാദിഅ വദ്ദമ ആയാതി മുഫസ്സലാത്ത്. മൂസാ നബിയുടെ മുഅ്ജിസത്തുകളാണ്. തവളനെ കൊണ്ട് അല്ലാഹു ഫിർഔനെ പരീക്ഷിച്ചിട്ടുണ്ട്. തവള, എല്ലായിടത്തും തവള. പേന് മൂസാ നബിയുടെ മുഅ്ജിസത്തുകളാണ്. പേന് എവിടെ നോക്കിയാലും പേനങ്ങ് നിറയാം. തുമ്മൽ,